ബഹുമാനപ്പെട്ട സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ആജി സാഹിബ് അവർ ആശംസകൾ അർപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഇന്ന് മഹത്തായ നമ്മുടെ മദർ റസൂൽ പ്രഭാഷണം നടത്തുന്ന കമൽ ഉലമ കാന്താപുരം ഉസ്താദ് അവർകളെ ഇവിടെ ഇന്ന് നമ്മളെല്ലാവരും ആദരിക്കുന്ന ഈ നാട്ടുകാരായ മഞ്ഞാട് ഉസ്താദ് അവർകളെ, മറ്റു വേദിയിലുള്ള പണ്ഡിതന്മാരെ, സദസ്സിലുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കാഞ്ഞങ്ങാട് സുന്നി കോർഡിനേഷൻ മദർ റസൂലിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കാരണം കൊല്ലത്തിലൂടെ പരിപാടി ഉണ്ടെങ്കിലും ഇത് ഗംഭീരമായ ഒരു പരിപാടി തന്നെയാണെന്ന് സംശയമില്ല. ഇൻഷാ അല്ലാഹ് ഇതിന് ഈ സംഘാടകരെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. ഒരു കാര്യം, നമ്മുടെ ഈ ഇന്നത്തെ ഈ പരിപാടിയും മറ്റും സംബന്ധിച്ചവർ തന്നെ മനസ്സിലാക്കേണ്ട, നമ്മൾ അഹ്ലുസുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇന്ന് പല സംഘടനകളും നമ്മുടെ നേരെ പിന്നെ പല കിംവദന്തികളും പരത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭം ഇതുപോലുള്ള ഒറ്റക്കെട്ടായി മുസ്ലിം സഹോദരന്മാർ അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതിന് എല്ലാവിധ അഹ്ലുസുന്നത്തിൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന സുന്നികളും ഒറ്റക്കെട്ടായി ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി എല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അതിന് ബഹുമാനപ്പെട്ട ഉസ്താദും മറ്റും കൈയെടുത്താൽ നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം, ഇന്ന് നമ്മൾ ഒരു സമുദായത്തെ തീവ്രവാദിയും ഭീകരവാദിയും എന്ന മുദ്രകുത്തി താറടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല സമുദായത്തിലും തീവ്രവാദിയും ഭീകരവാദിയുമുണ്ട്. ഒരു സമുദായത്തെ മാത്രം ഇതുപോലെ തെറ്റിദ്ധരിപ്പിച്ച് നടക്കുകയാണ്. അതിന് നമ്മൾ അത് തിരുത്തിക്കൊടുത്ത് ഇതുപോലുള്ള പരിപാടികളും മറ്റും വെച്ച് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതിന് ഈ സംരംഭം നല്ലൊരു സംരംഭം ഇത് ഉപകാരപ്രദമായി തീരട്ടെ എന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാര്യം, നമ്മുടെ കഞ്ഞങ്ങാടുകാരനായ മഞ്ഞനാട് ഉസ്താദുകളെ ആദരിക്കൽ, അദ്ദേഹത്തിൻ്റെ ഈ ആദരവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുമാറായിട്ട് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കൂടിയ സദസ്സും എല്ലാവരും നാളെ ജന്നാത്തുൽ നഈമിൽ എന്ന സദസ്സിൽ ഒരുമിച്ച് കൂട്ടുവാറാകട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാഞ്ഞങ്ങാട് സുന്നി റേഞ്ചിൽ നിന്ന് 100% വിജയം നേടിയ മദ്രസകൾക്കുള്ള പ്രത്യേക അഭിനന്ദന പത്രം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കറ്റ് ഖാലിദ് സാഹിബ് അവർ വിതരണം ചെയ്യുന്നു. ബന്ധപ്പെട്ട മദ്രസ പ്രതിനിധികളെ ക്ഷണിക്കുന്നു. ബുസ്താനുൽ ആരിഫീൻ മദ്രസ പഴയ കടപ്പുറം. അല്ലാഹു അക്ബർ. ഹിദായത്തുൽ അനാം മദ്രസ തെക്കേപ്പുറം അവർക്കുള്ള പ്രത്യേക അഭിനന്ദന പത്രം മുനിസിപ്പൽ കൗൺസിലർ ബഹുമാനപ്പെട്ട ഇ.കെ. പടന്നക്കാട് വിതരണം ചെയ്യുന്നു. ബന്ധപ്പെട്ട മദ്രസ പ്രതിനിധികളെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. വേദിയിലുള്ള ഉലമാക്കളെ, പ്രിയപ്പെട്ടവരെ, കാഞ്ഞങ്ങാട് സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള മദ്ഹുർ റസൂൽ പ്രഭാഷണ പരിപാടിയാണ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ പ്രവാചകൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളത് ഓരോ മുസൽമാൻ്റെയും ബാധ്യതയാണ് എന്ന ഒരു ഉത്തരവാദിത്വ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാഞ്ഞങ്ങാട് സുന്നി കോർഡിനേഷൻ കമ്മിറ്റി ഇത്തരം പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രവാചകൻ്റെ സന്ദേശം ഇന്ന് മറ്റ് എല്ലാ കാലഘട്ടത്തെക്കാളേറെ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിക്കപ്പെടേണ്ട ഒരു സന്ദേശമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, തീവ്രവാദവും ഭീകരവാദവും നമ്മുടെ സമൂഹത്തിനിടയിൽ, നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും മതത്തിൻ്റെ പേരിൽ മറ്റു വിഭാഗങ്ങളൊക്കെ അവർ തെറ്റിദ്ധാരണയുടെ നിഴലിൽ നിൽക്കുമ്പോഴാണ് പ്രവാചകൻ്റെ ദൗത്യം, സന്ദേശം ജനങ്ങളിലെത്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ്റെ ദൗത്യവും സന്ദേശവും, പ്രവാചകൻ നമുക്ക് നൽകിയ മതേതര കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ അവതരിക്കപ്പെടേണ്ട ഏറ്റവും പ്രകടമായ ഒരു സന്ദേശമാണ് എന്ന് മനസ്സിലാക്കി എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾ ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രവാചകൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നൊരു സമൂഹമായി നാം മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ നാട്ടുകാരനും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമായ മഞ്ഞനാട് ഉസ്താദിനെ ആദരിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ ചേർപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. കാഞ്ഞങ്ങാട് സുന്നി കോർഡിനേഷൻ മദ്ഹുർ റസൂൽ പ്രഭാഷണമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. വർഷം തോറും ഇവർ പരിപാടി നടത്തുന്നതിൽ ഇന്നത്തെ പ്രത്യേകത ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തെ നമുക്ക് കാഞ്ഞങ്ങാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പരിപാടിക്ക് സംബന്ധിക്കുവാൻ വേണ്ടി കഴിഞ്ഞതിൽ തന്നെയാണ് നമുക്ക് ഏറെ സന്തോഷം.
അദ്ദേഹത്തിൻ്റെ മഹത്തായ പ്രഭാഷണം കേൾക്കാനാണ് നാം ഇവിടെ കൂടിയിട്ടുള്ളത്. അതുപോലെ ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ മഞ്ഞനാട് ഉസ്താദ് ബഹുമാനപ്പെട്ട CP മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ, ആ ഉസ്താദിനെ ആദരിക്കുക എന്നതും ഈ പരിപാടിയുടെ ഭാഗമാണ്. ഇവിടെ പണ്ഡിതന്മാരുടെ പ്രസംഗം കേൾക്കാനാണ് നാം ഒക്കെ കൂടിയിട്ടുള്ളത്. എങ്കിലും ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തീവ്രവാദവും ഭീകരവാദവുമാണ് ഇന്ന് മുഖ്യ വിഷയം എല്ലായിടത്തും എന്ന് നമുക്കറിയാം. ഈ തീവ്രവാദവും ഭീകരവാദവും എതിർക്കപ്പെടേണ്ടതാണ്. ഭീകരവാദത്തിൽ ഊന്നിക്കൊണ്ട് തീവ്രവാദത്തിൽ ഊന്നിക്കൊണ്ട് നാം പ്രവർത്തിച്ചാൽ ഒരു സമുദായവും രക്ഷപ്പെടില്ല, ഒരു സാമൂഹിക പ്രവർത്തനവും വിജയിക്കില്ല എന്ന് നമുക്കറിയാം. ബോംബിട്ട് തകർക്കലല്ല ഭീകരവാദവും തീവ്രവാദവും, അതിലുപരി പരസ്പരം കൊണ്ടും കൊടുത്തും സംഘശക്തി തെളിയിക്കുന്നതും ഒരു തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഭാഗമാണ് എന്ന് നാം വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ പ്രതികാരത്തോടു കൂടി പെരുമാറുന്നത് അതും ഒരു തീവ്രവാദമാണ്. അതിനെയൊക്കെ എതിർക്കാൻ വേണ്ടി നാം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിൽ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.